ഹായ് ഹലോ മൈ നെയിം ഈസ് അജേഷ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ വർഷത്തെ അതായത് 2026 ജെയിം മെയിൻസ് എക്സാമിനേഷൻ സെഷൻ 1 10 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2026 ജാനുവരി 21 മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്ര ഈസി ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻസിൽ ഒരു സ്റ്റക്കായി പോകാനുള്ള ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ 2026 ജാനുവരി 21 തന്നെ ഈവനിങ് ഷിഫ്റ്റിൽ നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ കെമിസ്ട്രി മാത്രം പഠിക്കുന്നു, നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളെക്കാൾ കുറച്ചുകൂടി ലൈഫ് ബ്രെയിൻ ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് അത്ര ഒരു ജെയ് മെയിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് നോക്കിയേക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദി ഫോളോയിങ് സ്പെക്ട്രൽ ലൈൻസ് ഫോർ അറ്റോമിക് ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ്റെ സ്പെക്ട്രൽ ലൈനുകൾ അവർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ ഓഫ് പാസ്റ്റൺ സീരീസ്, സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ്, തേർഡ് ലൈൻ ഓഫ് പാസ്റ്റൺ സീരീസ്, ഫോർത്ത് ലൈൻ ഓഫ് ബ്രാക്കറ്റ് സീരീസ്. Then the correct arrangement of the above lines in ascending order of energy is എന്നാണ് ചോദ്യം. ഇത് സീരീസ് നാട്ടോ, തിരുത്തേണ്ട ആവശ്യമില്ലായിരിക്കും, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചാണ്. ഇത് സീരീസ് നാട്ടോ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, മൈൻഡ് ആക്കണ്ട. ശരി, അപ്പം നമുക്കിത് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പം നിങ്ങൾക്കറിയാം എനർജി ആക്സസ് വരയ്ക്കുന്ന സമയത്ത് അല്ലേ, സ്പെക്ട്രം വരയ്ക്കുമ്പം ഇത് n=1 ആണെങ്കിൽ ഇത് n=2 ആണ്, ഇത് n=3 ആണ്. നിങ്ങൾക്കറിയാം ആസ് ദി n വാല്യൂ ഇൻക്രീസസ് ഈ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മേളിലേക്ക് വരുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ഇത് n=ഇൻഫിനിറ്റി എന്ന് വിചാരിച്ചോ. ശരി, അപ്പോൾ ഇതാണ് നമ്മളുടെ എനർജി ആക്സസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഇവിടെ, എങ്ങനെ മെർജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ശരി, ഇനി നമുക്ക് ചെയ്യേണ്ടത്, അതിന് കാരണം നിങ്ങൾക്കറിയാം, കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്, which is equal to -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ. മേളിൽ വരുമ്പോൾ 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4. അപ്പോൾ 13.4 ഏകദേശം ഒരു 3.4 വരും. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 10.2 ആണ്, പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് 3.4 സംതിങ് ആണ്. 1.51 0.81 അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ലൈനെല്ലാം എമർജ് ചെയ്തേക്കുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇത് ഏറ്റവും ലോവസ്റ്റ് എനർജി ആൻഡ് ഹിയർ ദി എനർജി വിൽ ബി 0 ഇലക്ട്രോൺ വോൾട്ട് ആണ്, ഹയസ്റ്റ് എനർജിയാണ്. ശരി, ഇനി നമുക്ക് വരച്ചു നോക്കാവേ. ആദ്യം അവർ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ലൈൻ ഓഫ് പാസ്റ്റൺ സീരീസ്. പാസ്റ്റൺ സീരീസിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3ലേക്ക് വരുന്ന ലൈനുകളാണ്. അതിൽ ആദ്യത്തെ ലൈൻ എപ്പോഴും 4ൽ നിന്ന് വരുന്നതായിരിക്കും. 4ൽ നിന്ന് 3ലേക്ക് ഫസ്റ്റ് ലൈൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ എന്ന് പറയുന്ന ആളെ മാർക്ക് ചെയ്തു. ദെൻ സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ്. ബാമർ 2ലാണ് വരേണ്ടത്. 3ൽ നിന്ന് 2ലേക്കുള്ളത് ഫസ്റ്റ് ലൈൻ ആണ്, 4ൽ നിന്ന് 2ലേക്കുള്ളതാണ് സെക്കൻഡ് ലൈൻ, ആൻഡ് ദിസ് ഇസ് ബി. Then third line of Paschen series, again 3ൽ വരുന്നതാണ് പാസ്റ്റൺ, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ആൻഡ് തേർഡ് ലൈൻ is actually from 6 and this is C. Then fourth line of bracket series. ബ്രാക്കറ്റിന് 2T ഉണ്ട് കേട്ടോ, ബ്രാക്കറ്റ് 2T ഉണ്ട്, അതൊന്നും സാരമില്ല. ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ബ്രാക്കറ്റ് സീരീസ് വിൽ ബി 4 ആൻഡ് ഫോർത്ത് ലൈൻ ഓഫ് ബ്രാക്കറ്റ് സീരീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 2-3 ലൈനും കൂടെ ഇവിടെ വരച്ച് വെച്ചേക്കാം. ഇതിപ്പോൾ നമുക്ക് 6 വരെ ആയിട്ടുള്ളൂ അല്ലേ. ഇത് 7 ആണ്, ഇത് 8 ആണ് അല്ലേ, ഇങ്ങനെ പോട്ടെ. അപ്പം നമുക്ക് നോക്കിയേ, 4 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഫസ്റ്റ് 5 to 4, 6 to 4 സെക്കൻഡ്, 7 to 4 തേർഡ്, 8 to 4 ആണ് നമ്മളുടെ അടുത്ത ഓപ്ഷൻ അല്ലേ. ഓപ്ഷൻ മീൻസ് തന്നിരിക്കുന്ന ഗിവൺ ഓപ്ഷൻ ഡി ആണ്. ഇനി അവർ ചോദിച്ചേക്കുന്നത് അസെൻഡിങ് ഓർഡർ ഓഫ് എനർജിയാണ്, എനർജിയുടെ അസെൻഡിങ് ഓർഡർ. ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് ബി ആയിരിക്കും, കാരണം ഇതാണ് ഏറ്റവും വലിയ ഗ്യാപ്പ്. മേളിലേക്ക് 4 എന്താ പറയുക എനർജി ലെവലുകൾ ക്രോസ് ചെയ്താണ് വരുന്നതെങ്കിലും ഈ ലെവലുകൾ ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ്, അതുകൊണ്ട് ക്ലോസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് എനർജി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് ബി ആണ്, ഒരു സംശയമില്ല. അങ്ങനെ വരുന്ന 2 ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനി നമുക്ക് നോക്കാം, ബി ആണ് അടുത്ത. നോക്കി, ഇത് എന്താ പറയുക, ഇത് 4 to 3 എന്ന് പറയുന്ന എ ആണ്. 4 to 3 എന്ന് പറയുന്ന എ ആണ്. എ ആണോ അതോ സി ആണോ നല്ലതെന്ന് നോക്കണം അല്ലേ. എ ആണോ സി ആണോ? ഉറപ്പായിട്ടും സി ആണ്, കാരണം ഇത് രണ്ടും പാസ്റ്റണിലേക്കാണ്. അപ്പോൾ 4ൽ നിന്ന് 3ലേക്ക് വരുന്നതിനേക്കാൾ എനർജി എന്ന് പറയുന്നത് 6ൽ നിന്ന് 3ലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ സി ആണ്. അപ്പോൾ ഏറ്റവും വലുത് ബി ആണ്,
അല്ലേ? അതിനുശേഷം സി ആണ്. അപ്പോൾ ആൻസർ ആയി അല്ലേ? ഓപ്ഷൻ ഏതാ? 4 വരും. അപ്പോൾ ഈ ഓപ്ഷനും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി കൂടെ നോക്കിയോ. അത് കഴിഞ്ഞ് എയും ഉണ്ട് ഡിയും ഉണ്ട്. നമ്മൾ വരച്ചതിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എ ആണ് വലുത്. ഈ ഒരു ഗ്യാപ്പ് ഭയങ്കര വലുതാണ്. ഈ ഗ്യാപ്പ് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ് നമ്മൾ വരയ്ക്കുന്നതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും സാറേ ഇതെങ്ങനെയാണ് നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ട് എങ്ങനെ തീരുമാനിക്കുന്നത്, നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ലേ എന്ന്. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി എനർജി അല്ലേ? അപ്പം നിങ്ങൾക്ക് സംശയം വരുന്ന ആളുടെ എനർജി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ. എനർജി ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു Z സ്ക്വയർ ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ ആണ്. അപ്പം നമ്മൾക്ക് ബിയും സിയും ഡൗട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എയും ഡിയും ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡെൽറ്റ ഇ ഇൻ ദി കേസ് ഓഫ് എ ചെയ്ത് നോക്കാവേ. ഡെൽറ്റ ഇ ഇൻ ദി കേസ് ഓഫ് എ ചെയ്യുവാണ്. അപ്പോൾ എയിൽ RH ഇൻറ്റു ഹൈഡ്രജൻ ആയതുകൊണ്ട് 1 സ്ക്വയർ ഇൻറ്റു എയുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1/3 സ്ക്വയർ 9 ആൻഡ് മൈനസ് 1/4 സ്ക്വയർ 16 വരും. സോ ദിസ് ഇസ് RH ഇൻറ്റു ഇവിടെ നമുക്ക് 9 ഇൻറ്റു 16 എന്ന് എടുത്തേക്കാം. മേളിൽ 16 മൈനസ് 9 9ഉം 7ഉമാണ് 16 അല്ലേ? സോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല. സോ 7RH ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 9 എന്ന് പറയുമ്പം 9 6 54 4 5ആണ് റിമൈൻഡർ. 9ഉം 5ഉം 14. സോ ദിസ് ഇസ് ദി ഡെൽറ്റ ഇ വാല്യൂ. അത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഡെൽറ്റ ഇ വാല്യൂ ഓഫ് ഡി ആണല്ലോ പിന്നെ സംശയം. അത് നോക്കാം. RH ഇൻറ്റു 1 സ്ക്വയർ ഡി എന്ന് പറയുന്നത് 8ൽ നിന്ന് 4ലേക്കാണ്. സോ 1/4 സ്ക്വയർ 16 മൈനസ് 1/8 സ്ക്വയർ 8 സ്ക്വയർ 64 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു RH ഇൻറ്റു ഇവിടെ നമുക്ക് 16 ഇൻറ്റു 64 എന്ന് എടുക്കാം. സോ 64 മൈനസ് 16 എടുക്കുക. 64ൽ നിന്ന് 10 കുറച്ചാൽ 54 കിട്ടും. അതിൽ നിന്ന് 4 കുറച്ചാൽ 50 കിട്ടും. ഒരു 2ഉം കൂടെ കുറച്ചാൽ 48 കിട്ടും. സോ ദിസ് ഇസ് 48. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 48. നമുക്ക് ചെറുതാക്കി നോക്കാം അല്ലേ? ചെറുതാക്കുമ്പോൾ 2 വെച്ച് കട്ട് ചെയ്താൽ ഇത് 32 വരും, ഇത് 24 വരും. 2 വെച്ച് കട്ട് ചെയ്താൽ ഇത് 16 വരും, ഇത് 12 വരും. 2 വെച്ച് കട്ട് ചെയ്താൽ 8 വരും, 6 വരും. 2 വെച്ച് കട്ട് ചെയ്താൽ 4 വരും, 3 വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? RH ഇൻറ്റു 3/16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 64 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഡെൽറ്റ ഇ ഓഫ് ഡി എന്ന് പറയുന്നത് 3RH ഡിവൈഡഡ് ബൈ 64 എന്ന് കിട്ടി. 3RH ഡിവൈഡഡ് ബൈ 64 ആണ് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് നോക്കാവേ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ ഓഫ് എ എന്ന് പറഞ്ഞാൽ 7RH ബൈ 144ഉം ഡെൽറ്റ ഇ ഓഫ് ഡി എന്ന് പറയുന്നത് 3RH ബൈ 64ഉം നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? ഏതാ വലുതെന്ന് അറിയണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ 7 ഡിവൈഡഡ് ബൈ 144 ചെയ്യുകയാണ്, അല്ലെങ്കിൽ 700 ചെയ്യാം. അപ്പോൾ ഒരു താഴെ ഒരു 10⁻² കൊണ്ട് ഇടാൻ ഓർത്താൽ മതിയേ. അപ്പോൾ 144 ഇൻറ്റു 4 വരുമായിരിക്കും. 16 റിമൈൻഡർ 1 17 റിമൈൻഡർ 1 576 വരും. സോ 4 വരും, 2 വരും, 6 5 124 വരും. അപ്പോൾ ഒരു 0 ഇട്ടു, ഒരു പോയിന്റ് ഇട്ടു, ഒരു 8 ഇട്ടു നോക്കാം. 8 4 32 3 വരും. 32 3 35 3 വരും, 11 വരും. സോ ഇവിടെ നമുക്ക് ഒരു 10 2 പോയാൽ 8, 13 5 പോയാൽ 8, 1 1 0 88 സംതിങ് ആണ്. അപ്പം ഇനി 4.8 880 വരും. ഒരു 4 5 6 വല്ലം വരുമായിരിക്കും. നമുക്കതുകൊണ്ട് നിർത്താം. അപ്പോൾ 4.8 ഇതിൻ്റെ അല്ലല്ലോ അല്ലേ? 4.84 ഇൻറ്റു ഒരു 10⁻² RH എന്നാണ് കിട്ടിയതെന്ന് വിചാരിച്ചോ. ഇതാണ് ആരുടെ? എയുടെ വാല്യൂ. ഇനി നമുക്ക് 3/64 ചെയ്യുമ്പം നമുക്ക് 300/64 ചെയ്യാം. അപ്പോൾ ഇതിന് 4 തന്നെ 16 റിമൈൻഡർ 1 24 1 25 വരും. 256 വരുമ്പോൾ 44 0.2. അപ്പം 8 6 8 48 8 വരില്ല, 7 ആയിരിക്കും അല്ലേ? 7 4 28 2 7 6 42 2 44 വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 4.6 സംതിങ്ങേ വരുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 4.6 സംതിങ് ഇൻറ്റു 10⁻² RH ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് 4.84 ആൻഡ് ദാറ്റ് ഈസ് 4.6. അപ്പോൾ ഉറപ്പായിട്ടും എയുടെ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ എയുടെ എനർജി കൂടുതലായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഓപ്ഷനിൽ ബിയും സിയും ഉള്ള ആകെ ഓരോ ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഫ്രം ദി ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. അടുത്ത ക്വസ്റ്റ്യൻ,
മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. 2 മീഥൈൽ പ്രൊപ്പീൻ ആൻഡ് ബ്യൂട്ട് 1 നോക്കിയാൽ 2 മീഥൈൽ പ്രൊപ്പ് എന്ന് പറയുമ്പോൾ മൊത്തം 4 കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്. പക്ഷേ ഇത് ബ്യൂട്ടാൻ പ്രൊപ്പാണ്, ഉറപ്പാണ്. ഇവർ ചെയിൻ ഐസോമേഴ്സ് ആണ്. സോ എയുടെ കോഡ് എന്ന് പറയുന്നത് 3 ആണ്. എയുടെ കോഡ് 3 വരുന്ന രണ്ട് ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ, 1 ഉം 2. ദെൻ സിസ് ബ്യൂട്ട് 2 ആൻഡ് ട്രാൻസ് ബ്യൂട്ട് 2 ആർ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആൻഡ് വിച്ച് ഈസ് വൺ ഓഫ് ദി സ്റ്റീരിയോ ഐസോമേഴ്സ്. സോ ബിയുടെ കോഡ് എന്ന് പറയുന്നത് 1 ആണ്. സോ ബിയുടെ കോഡ് 1 ആണ് രണ്ടിലും. ഓക്കെ, അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദെൻ 2 ബ്യൂട്ടനോൾ ആൻഡ് ഡൈ ഈഥൈൽ ഈതർ, രണ്ടുപേരും ഐസോമേഴ്സ് ആണ്. ബട്ട് ഒരാൾ ആൽക്കഹോളും മറ്റേത് ഈതറുമാണ്. ആൻഡ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദർ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ദാറ്റ്സ് വൈ സി എന്ന് പറയുന്ന 4 ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ 1. And bute 1 and bute 2 and they have the same chain length ആണ്, bute ആണ്. ബട്ട് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഒരാൾക്ക് 1-ലും ഒരാൾക്ക് 2-ലും. സോ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദി പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ആൻഡ് ദാറ്റ്സ് വൈ ഓപ്ഷൻ ഡി ഈസ് പൊസിഷൻ ഐസോമേഴ്സ്, ഡി കോഡ് 2 വരും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. 53 നൈട്രോബെൻസീൻ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നൈട്രോബെൻസീൻ എടുക്കുവാണ്. നൈട്രോബെൻസീന് അവർ തന്നിരിക്കുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയോ. ആദ്യം അവർ പറഞ്ഞു BR2 FeBr3, ഇതൊരു അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇവിടുന്ന് വരുന്ന ഇലക്ട്രോഫൈല് ലൂയിസ് ആസിഡിന്റെ ഹെൽപ്പോട് കൂടി ബ്രോമോണിയം അയോൺ ആണ്. അയാൾ ചെല്ലുമ്പം ഇയാളെ നിങ്ങൾക്കറിയാം, ഇത് റിംഗ് ഡീആക്ടിവേറ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അങ്ങനെ മെറ്റാ ഡയറക്റ്റിംഗ് ആയതുകൊണ്ട് എവിടെ പോവും, ബ്രോമിൻ്റെ ഈ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ ഇവിടെയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പം എന്താ, SnHCl ഹീറ്റാണ്. ഇത് ശരിക്കും റിഡക്ഷൻ ഓഫ് നൈട്രോ ഗ്രൂപ്പാണ് അല്ലേ, റിഡക്ഷൻ ഓഫ് നൈട്രോ ഗ്രൂപ്പാണ്. നൈട്രോ ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നൈട്രോ ഗ്രൂപ്പിലുള്ള ഓക്സിജനെ കളഞ്ഞ് ഹൈഡ്രജനെ കയറ്റുക. അപ്പോൾ NO2 കൺവേർട്ടഡ് ടു NH2 ആണ്. അപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ സെറ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് NH2ൻ്റെ മെറ്റാ പൊസിഷനിൽ ബ്രോമിൻ ഉള്ളത് ഓപ്ഷൻ കിട്ടും. മൂന്നാമത് pH ന്യൂട്രലൈസേഷൻ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ SN+HCl ഇട്ടല്ലോ, അപ്പോൾ HCl എക്സസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് NH2 ആയിട്ട് റിയാക്ട് ചെയ്ത് അനിലീനിയം അയോണായിട്ട് മാറും. അപ്പോൾ നമ്മൾ pH ന്യൂട്രലൈസേഷൻ നടത്താന്ന് വെച്ചാൽ എക്സസ് ആസിഡ് മുഴുവൻ നമ്മൾ കളഞ്ഞു. ഓക്കെ, ദെൻ നാലാമത്തെ ബ്രോമിൻ വാട്ടർ ആണ്. അപ്പം നാലാമത്തെ റിയാക്ഷന് ശേഷം നിങ്ങൾക്കറിയാം ബ്രോമിൻ വാട്ടറിൽ ബ്രോമോണിയം അയോൺ തന്നെയാണ് വരിക. ആൻഡ് NH2 ഇസ് ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട്, ഇത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗും ആയതുകൊണ്ട് ഈ ഓർത്തോയിലും ഈ പാരായിലും ബ്രോമിൻ കയറും. നിങ്ങൾക്ക് അറിയായിരിക്കും, അനിലീന ബ്രോമിനേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഓർത്തോയും പാരായുമാണ് കിട്ടേണ്ടത്. പക്ഷെ കിട്ടുന്ന മുഴുവൻ ഓർത്തോ പാര എല്ലാ സ്ഥലത്തും കയറി അറ്റാച്ച് ചെയ്തിട്ട് 2,4,6 ട്രൈബ്രോമോ അനിലീൻ കിട്ടും. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അത് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം, NH2നെ അസറ്റൈലേഷൻ നടത്തി മേളിൽ അസറ്റാനിലൈഡ് ഗ്രൂപ്പ് കൊണ്ടുവന്ന് നമ്മളതിനെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോയിലോ അല്ലെങ്കിൽ പാരായിലേ പോകത്തുള്ളൂ. എല്ലാ പൊസിഷനിലും കയറാനുള്ള ആക്ടിവിറ്റി NHCO CH3 ഗ്രൂപ്പിനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബ്രോമിനേഷൻ നടത്തുമ്പം യൂഷ്വലി നിങ്ങൾക്കറിയാം അത്രയും വലിയൊരു അസറ്റാനിലൈഡ് ഗ്രൂപ്പ് മേളിലിരിക്കുന്നുണ്ട്, ഓർത്തോയിലെ സബ്സ്റ്റിറ്റ്യൂഷൻ പാടായിരിക്കും. അപ്പോൾ പാരായിൽ പോവും. എന്നിട്ട് നമ്മൾ അതിനെ ആസിഡ് ഓർ ബേസിക് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ആ പ്രൊട്ടക്ഷൻ നമുക്കങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് NHCO CH3നെ NH2ലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ആൻഡ് യു വിൽ ഗെറ്റ് പാരാ ബ്രോമോ അനിലീൻ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ അനിലീൻ്റെ NH2 ഗ്രൂപ്പിനെ ബ്ലോക്ക് ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം എല്ലാ ഓർത്തോയിലും പാരായിലും ബ്രോമിൻ കയറി അറ്റാക്ക് ചെയ്യും. ദെൻ അഞ്ചാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയസോട്ടൈസേഷൻ ആണ്. 0 to 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. NaNO2 HCl ഓർ HBr വാട്ടെവർ, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ NH2 അല്ലേ, അനിലീൻ എന്ന് പറയുന്നത് ഡയസോണിയം N2+Br- മാറും. അതിൽ ഇവിടെ നമുക്ക് ഒരു ബ്രോമിൻ ഉണ്ട്, ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ബ്രോമിൻ ഇട്ടായിരുന്നു, പിന്നെ ഇവിടെയും ഇതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ബ്രോമിൻ ഉണ്ട്. സോ ദിസ് ഇസ് ബെൻസീൻ ഡയസോണിയം ബ്രോമൈഡ്. ഇനി ആറാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ CuCN-NaBr ആണ്, CuBr-NaBr ആണ്. ദിസ് ഇസ് സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ് അല്ലേ. ഇതേതായിരുന്നു നമ്മളുടെ ഇലക്ട്രോഫിലിക് AR-SC റിയാക്ഷൻ തന്നെയാണ് ബ്രോമിനേഷൻ. ആൻഡ് ദി ഇലക്ട്രോഫൈൽ ഈസ് Br+ ആണ്. ഇത് ഡയസോട്ടൈസേഷൻ ആണ്, NO2 ഗ്രൂപ്പിനെ NH2 ആക്കും. ഇത് സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ് അല്ലേ, സാൻമേയേഴ്സ് റിയാക്ഷനിൽ നമുക്കറിയാം അല്ലേ, ഇവിടെ എന്ത് കയറി വരും, ബ്രോമിൻ. ഇവിടെയോ ബ്രോമിൻ ഉണ്ട്, ഇവിടെയോ ബ്രോമിൻ ഉണ്ടായിരുന്നു, ഇവിടെയും ബ്രോമിൻ ഉണ്ട്, ഇവിടെയും ബ്രോമിൻ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദി മേജർ പ്രൊഡക്റ്റ് P.
ഇനി ചോദ്യം, കൺസിഡർ ദി എബോ സീക്വൻസ് ഓഫ് റിയാക്ഷൻ, ദി നമ്പർ ഓഫ് ബ്രോമിൻ ആറ്റം ഓർ ആറ്റംസ് ഇൻ ദി ഫൈനൽ പ്രൊഡക്റ്റ് പി വിൽ ബി എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾക്കറിയാം ഫൈനൽ പ്രൊഡക്റ്റിൽ മൊത്തം 6 ബ്രോമിൻ ആറ്റങ്ങളാണുള്ളത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 54. Aqueous HCl reacts with MnO2 solid to form MnCl2 aqueous chlorine gas and H2O liquid. What is the weight in gram of chlorine liberated when 8.7 gram of MnO2 is treated with the excess aqueous HCl solution? Molar mass ഒക്കെ തന്നിട്ടുണ്ട്, and this is from basic concept. First of all, we need to write the equation representing the given reaction. So aqueous HCl reacts with MnO2 means MnO2 plus HCl giving MnCl2 plus Cl2 plus H2O. Okay, we need to balance this one. So 2HCl no പോരാ, കാരണം ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. 4HCl ഇടാം. ആൻഡ് MnCl2 Cl2 പോയി, പിന്നെ 4. ഓക്കെ, അപ്പം നമ്മളിവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ബാലൻസ്ഡ് ആയി. ശരി, ഇനി നമ്മൾക്ക് ആവശ്യമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏതാ പോർഷൻ എന്ന് പറയുന്നത് what is the weight of chlorine liberated. So we need to find out the weight of chlorine when 8.7 gram of MnO2. So ഈ 2 പേരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളൂ. So you can apply the unitary method. So first of all, 1 mole of MnO4 giving 1 mole of chlorine. Is that right? Yes, as per the stoichiometry. Then manganese atomic mass will be 55. Oxygen 2 into 16, 32. So 55 plus 32 is equal to 87 gram. And here chlorine 1 mole is equal to 71 gram. So 87 gram നിങ്ങൾ റിയാക്ട് ചെയ്യാനെടുത്താൽ 71 gram ക്ലോറിൻ നിങ്ങൾക്ക് കിട്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 8.7 gram എടുത്തു എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കിട്ടുന്ന എത്രയാണോ? 7.1 gram കിട്ടും. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. കണ്ടോ, ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, സ്റ്റോഷ്യോമെട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 55 നോക്കാവേ. ബൈ യൂഷ്വൽ അനാലിസിസ് 1 gram ഓഫ് കോമ്പൗണ്ട് എക്സ് ഗേവ് 1.79 gram ഓഫ് magnesium pyrophosphate. The percentage of phosphorus in compound X is എന്നാണ് ചോദ്യം. അപ്പോൾ 1.79 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ എല്ലാം ഹോൾ നമ്പറുമാണ്. ചിലപ്പോൾ 1.79 തന്നെ ഇട്ടാലായിരിക്കും ആൻസർ കിട്ടും, നമുക്കറിയില്ലാത്തതുകൊണ്ട് എന്തായാലും റൗണ്ട് ഓഫ് ചെയ്യണം, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് Mg2P2O7 ആണ്. യു നോ ദി മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഈസ് 222 ആണ്. ഇതിൽ 2 ഫോസ്ഫറസ് ഉണ്ട്. ഒരു ഫോസ്ഫറസ് 31 ആണ്, 2 ഫോസ്ഫറസ് 62 ആണ്. സോ പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 62 അല്ലെ, 31 × 2 എന്ന് പറയുമ്പോൾ 62. സോ 62 ഡിവൈഡഡ് ബൈ 222 into weight of magnesium pyrophosphate Mg2P2O7 into weight of the organic compound into 100 എന്ന് വരും. So which is equal to 62 into weight of Mg2P2O7 1.79 divided by 222 into weight of the organic compound into 100 വരും. So which is equal to 62 into 179 divided by 222 എന്ന് വരും. ഞാൻ ആ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പം ഇത് 31 വരും, ഇത് കട്ട് ചെയ്യുമ്പോൾ 111 വരും. So which is equal to 179 into 31 വരുമ്പം 179, 7 റിമൈൻഡർ 2, 23 റിമൈൻഡർ 2 ആൻഡ് ദിസ് ഇസ് 5. സോ 9 4 5 5 വരും, 5549. സോ ദിസ് ഇസ് 5549 ഡിവൈഡഡ് ബൈ 11 111 വരും. ചെയ്ത് നോക്കാം. 5549 ഡിവൈഡഡ് ബൈ 111 വരുമ്പോൾ എന്തായാലും 4 ടൈംസ് വരും, 444. അപ്പോൾ ഇവിടെ നമുക്ക് 0 വരും, 119 വരും. അപ്പോൾ ഒരു 9 ടൈമോളം വരും അല്ലേ. 49 999 വരും അല്ലേ, 999 വരും. സോ ദിസ് ഇസ് 990 10 9 1 10 9 1 110 വരും. അപ്പോൾ ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു ഓക്കെ. സോ ദി ആൻസർ ഈസ് 49.9 ആൻഡ് അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് 50% ആണ്. സോ ഈ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഫോസ്ഫറസിൻ്റെ അളവെന്ന് പറയുന്നത് 50% ആണ്. And answer is option 1. 56. Consider the following data. Enthalpy of formation under standard condition of methane is -x kilojoule. നമുക്ക് എഴുതി വെക്കാം. Enthalpy of formation of methane is actually from solid carbon
പ്ലസ് 2 moles ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഗിവിങ് മീതേൻ ഗ്യാസ്. സോ ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ ഇക്വേഷൻ അല്ലേ. ആ സമയത്ത് ഇതിൻ്റെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -x ആണ്. ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ദെൻ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഓഫ് ഗ്രാഫൈറ്റ്. ഓക്കെ, ഇത് ഗ്രാഫൈറ്റ് ആണെന്ന് നമുക്കറിയാം കേട്ടോ, ഗ്രാഫൈറ്റ്, സോളിഡ് ഗ്രാഫൈറ്റ്. സോ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് വെച്ചാൽ സോളിഡ് എന്തായിട്ട് മാറും, ഗ്യാസ് ആയിട്ട് മാറും. ആ സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് y kJ/mol ആണ്. ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ, H2 ഗ്യാസ് എന്ന് പറയുന്ന ഡിസോസിയേറ്റ് ചെയ്ത് 2H ഗ്യാസ് ആയിട്ട് മാറുന്നു. ആ സമയത്ത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് Z kJ ആണ്. ഇക്വേഷൻ നമ്പർ 3. ഇനി ചോദ്യം, ദി ബോണ്ട് എൻതാൽപ്പി ഓഫ് CH ബോണ്ട് ഈസ് ഗിവൺ ബൈ. CH ബോണ്ട് ഉള്ളത് എവിടെയാണ്, മീതേനില. സോ മീതേൻ്റെ ബോണ്ട് എൻതാൽപ്പി. അപ്പം നമ്മൾ ആദ്യം എയിം സെറ്റ് ചെയ്യാൻ പോവാണ്. എയിം എന്ന് വെച്ചാൽ ബോണ്ട് എൻതാൽപ്പി ഓഫ് CH ബോണ്ട് എങ്ങനെയാണ് പൊട്ടുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, CH4 ഗ്യാസ് പൊട്ടിയാൽ C ഗ്യാസ് പ്ലസ് 4H ഗ്യാസ് കിട്ടണം. ശരി, അങ്ങനെയാണെങ്കിൽ ബോണ്ട് എൻതാൽപ്പി ഓഫ് മീതേൻ കണ്ടുപിടിച്ചിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് മീതേൻ്റെ ബോണ്ട് എൻതാൽപ്പി കിട്ടും. എന്നിട്ട് ആവറേജ് എടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ റിയാക്ഷനാണ് എയിം. അതിനനുസരിച്ച് നിങ്ങൾ മേളത്തെ ഇക്വേഷൻ അറേഞ്ച് ചെയ്യണം. ശ്രദ്ധിച്ച് കേട്ടോ. ഈ ഇക്വേഷൻ കിട്ടുമ്പം മീതേൻ 1 മോൾ ഗ്യാസ് ലെഫ്റ്റ് വേണം, പക്ഷെ നമ്മുടെ റൈറ്റിലേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഇൻവേഴ്സ് ചെയ്തു. ഇനി കാർബൺ ഗ്യാസ് റൈറ്റ് സൈഡിൽ 1 മോൾ വേണം. കാർബൺ ഗ്യാസ് റൈറ്റ് സൈഡിൽ 1 മോൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. ദെൻ 4H ഗ്യാസ് റൈറ്റ് സൈഡിൽ വേണം. ഇവിടെ H ഗ്യാസ് റൈറ്റ് സൈഡിലുണ്ട്, 2 ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ 3നെ നമ്മൾ ഇൻറ്റു 2 ചെയ്തു. ഈ ചെയ്തത് വൃത്തിയായിട്ടാണെങ്കിൽ ഈ 3 ഇക്വേഷനും കൂടെ ആഡ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എയിം കിട്ടും. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ചിൻ്റെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ആദ്യത്തെ ഡെൽറ്റ എച്ചിൻ്റെ ഇൻവേഴ്സ് അല്ലേ, തിരിച്ചിട്ടു എക്സ്. രണ്ടാമത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ ഇട്ടു y. മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 2z. സോ ഇതാണ് എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ. Therefore, bond enthalpy of a single CH bond equal to total bond dissociation enthalpy divided by number of CH bond. അല്ലേ, ഈക്വൽ ടു x plus y plus 2z divided by 4 വരും. ആൻഡ് ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. 1 വരും. സോ ഇത് എയിം സെറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതാ തോന്നാറ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണോ തിരിക്കുക മറിക്കുക ഇൻറ്റു ചെയ്യുക, അത് ചെയ്ത് കറക്റ്റാണ്. പിന്നെ ആഡ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് എയിമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. 57. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. റിയേജൻറ്റും റിയാക്ഷൻ്റെ പേരും. ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ്, റോസൻമണ്ട് റിഡക്ഷൻ ആണ്. സോ ആൻസർ എയുടെ കോഡ് 2 ആണ്. എയുടെ കോഡ് 2 വരുന്ന 2 ഓപ്ഷൻസാണ് ഉള്ളത്. ബിയുടെ കോഡ് 4ഉം 3ഉം. ബിയുടെ കോഡ് കിട്ടിക്കഴിയുമ്പോൾ ആൻസർ ആവും. SnCl2 ആൻഡ് HCl സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ്. സോ ബിയുടെ കോഡ് 4 ആണ്. സോ ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടി, ഓപ്ഷൻ 4 വരും. ദെൻ സി എന്ന് പറയുന്ന റിയാക്ഷൻ എറ്റാഡ്സ് റിയാക്ഷൻ ആണ്. ക്രോമൈൽ ക്ലോറൈഡ് 1 ആണ്. ഓക്കെ, സിയുടെ കോഡ് 1. ഇത് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. ബെൻസീൻ ഈസ് കൺവേർട്ടഡ് ടു ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ 4. 58. Decomposition of A is a first order reaction at T Kelvin and is given by A gas giving B gas plus C gas. A നെ ഡിക്കമ്പോസ് ചെയ്തു, B gas and C gas ആയിട്ട് മാറി, and they said it is first order reaction ആണ്. Then in a closed 1 liter vessel 1 bar is allowed to decompose at T Kelvin. ഓക്കെ, അപ്പം നമ്മളൊരു 1 liter vessel എടുത്തു, 1 bar A ഗ്യാസ് ആണ് എടുത്തത്. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്ന 1 bar ആണ്. ആ സമയത്ത് ഈ 2 ആശാന്മാർ ഉണ്ടായിട്ടില്ല. ഇനി അവർ പറയുന്നത് ആഫ്റ്റർ 100 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇനീഷ്യൽ പ്രഷറാണ്. ഇനി പ്രഷർ അറ്റ് 100 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയത്തില്ല ഇതിന് എത്ര പോയിന്ന്. അപ്പോൾ 1 എക്സ് പോയി, എക്സ് ഇവിടെ കിട്ടി, എക്സ് ഇവിടെ കിട്ടി. ബിക്കോസ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ 1 മോൾ എക്ക് 1 മോൾ ബിയും 1 മോൾ സിയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ് മോൾ ഓഫ് എക്ക് എക്സ് മോളും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോയും പ്രഷറിൻ്റെ റേഷ്യോയും നമ്മൾ സെയിം ആയിട്ട് എടുത്ത് ചെയ്യാം. ഇനി ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് ബി പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് സി ആണ്. ടോട്ടൽ പ്രഷർ ആഫ്റ്റർ 100 മിനിറ്റ് 1.5 bar ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. സോ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1.5, എക്സ് ഇസ് ഈക്വൽ ടു 0.5 bar എന്ന് കിട്ടും. ശരി, ഇനി അവർ റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. സോ ഇഫ് ഇറ്റ് ഹാസ് എ ഫസ്റ്റ് ഓർഡർ കെ ഇസ് ഈക്വൽ ടു 2.303 by T log initial pressure of A divided by
partial pressure of A at the given time. So which is equal to 2.303 by 100 minute ആണ്. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്ന മിനിറ്റിൽ തന്നെയാണെന്ന് നോക്കി. ഓക്കെ, ഇൻ മിനിറ്റ് ഇൻവേഴ്സിലാണ്. സോ ഇവിടെ 100 ഇട്ടു. ലോഗ് ഇനീഷ്യൽ പ്രഷർ 1 ബാർ. ഇപ്പോൾ ഉള്ള പ്രഷർ അറിയണം. പറഞ്ഞു പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സിന്റെ വാല്യൂ 0.5 ആൻഡ് ദിസ് ഇസ് ഓൾസോ 0.5. So 1 by 0.5. So 2.303 by 100 into log 0.5 നമുക്ക് log 1/2 എന്ന് എഴുതാം, which is equal to 2.303 by 100 into log 1/1/2 എന്ന് വെച്ചാൽ log 2. log 2ന്റെ വാല്യൂ എത്ര? 0.3010 അല്ലെങ്കിൽ അവർ 30 എന്ന് എടുക്കാൻ പറഞ്ഞു. ആൻഡ് യു നോ ദി വാല്യൂ എത്രയാ? 0.693 ഡിവൈഡഡ് ബൈ 100 ആണ്. സോ ആൻസർ 0.693 into 10⁻⁻² മിനിറ്റ് ഇൻവേഴ്സ് ആണ്. സയന്റിഫിക് നൊട്ടേഷൻ ആക്കിയാൽ 6.93 into 10⁻³ മിനിറ്റ് ഇൻവേഴ്സ് വരും. ഇങ്ങനൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഇത് കൈനറ്റിക്സിലെ വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ഓർഡർ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. Question number 59. The correct order of reactivity of the following benzyl halides towards KCN. നിങ്ങൾക്കറിയാം KCN K plus and CN minus is a better nucleophile ആണ്. So they talk about SN reaction ആണ്. ബെൻസൈൽ ആൻഡ് KCN എന്ന് പറയുന്ന SN1 റിയാക്ഷൻ ആയിരിക്കും. കാരണം ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്യാറ്റോൺ ആണ്. എന്നാലും നിങ്ങൾ റൂൾ പഠിച്ചിട്ടുണ്ട്, SN1 റിയാക്ടിവിറ്റിയും അല്ലെ റിയാക്ടിവിറ്റി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്യാറ്റോൺ. അതായത് ഇതിൽ നിന്നുണ്ടാകുന്ന കാർബോക്യാറ്റോൺ, എയിൽ നിന്നുണ്ടാകുന്ന കാർബോക്യാറ്റോൺ എന്ന് പറയുന്ന ബെൻസീൻ റിങ് OH CH2+ ആണ് അല്ലെ. ബിയിൽ നിന്നും സിയിൽ നിന്നും ഡിയിൽ നിന്നും ഉണ്ടാകുന്ന കാർബോക്യാറ്റോണുകൾ നമ്മൾക്ക് എഴുതി നോക്കാം. അപ്പൊ ഇത് എയിൽ നിന്നുണ്ടാകുന്നതാണ്, ഞാനത് അങ്ങനെ തന്നെ എഴുതി. എയിൽ നിന്നുണ്ടാകുന്ന, ബിയിൽ നിന്നുണ്ടാകുന്ന ഇവിടെ NH2 ആണ് ബിയിൽ നിന്ന്, സിയിൽ നിന്ന് ഉണ്ടാകുന്ന NO2 ആണ് സിയിൽ നിന്ന്, ഡിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇവിടെയാണ് NO2 ആൻഡ് ദിസ് ഇസ് ഡിയിൽ നിന്നുണ്ടാകുന്ന കാർബോക്യാറ്റോൺ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാളോട് നമ്മൾ ബ്രോമിനെ മുറിച്ച് കളയാൻ പറഞ്ഞു. നമ്മൾ ബ്രോമിന് മുറിച്ച് കളയുമ്പോൾ ഇവിടെ ഒരു കാർബോക്യാറ്റോൺ വരും. ആ കാർബോക്യാറ്റോൺ നല്ലതാണോ? കാരണം ഇവിടെ OHന് +R ഇഫക്റ്റ് ആണുള്ളത്. ഇലക്ട്രോണിനെ കൊടുക്കും, പോസിറ്റീവ് ചാർജ് കുറയും, സോ സ്റ്റെബിലിറ്റി കൂടും. ചാർജ് കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. NH2 ഗ്രൂപ്പിനോ +R ഇഫക്റ്റ് ആണ് ഉള്ളത്. അപ്പോഴോ ഇലക്ട്രോണിനെ കൊടുക്കും, പോസിറ്റീവ് ചാർജ് കുറയും, സ്റ്റെബിലിറ്റി കൂടും. ഞാൻ വരച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇവിടെ ഇലക്ട്രോണിനെ കൊടുക്കും, ഇവിടെ കുറച്ച് വലിയ ആരോ മാർക്കാ നന്നായിട്ട് കൊടുക്കും. കാരണം +R ഇഫക്റ്റിൽ NH2ന്റെ +R ഇഫക്റ്റ് OHനേക്കാൾ ഹൈയാ. അപ്പൊ ഇവിടെ കൊടുക്കുന്ന അനുസരിച്ച് കുറയുന്നുണ്ട്, അതിനേക്കാൾ വലിയ കുറവാണ് ഇവിടെ. ഇതിൽ രണ്ടിൽ ഏറ്റവും നല്ലത് B ആണ്. പക്ഷേ NO2 ഗ്രൂപ്പിന് കൊടുക്കലല്ല പരിപാടി, വലിക്കലാണ് പരിപാടി. -R ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്ലസ് ചാർജ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും, സ്റ്റെബിലിറ്റി കുറയും, ഒട്ടും കൊള്ളൂല. ഇനി ഈ NO2 വലിക്കൽ തന്നെയാ. NO2 ഏത് എഫക്റ്റാ? -R ആണുള്ളത് എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം NO2 ഗ്രൂപ്പിന്റെ ഒക്കെ പ്രത്യേകത അല്ലെ, NO2 ഗ്രൂപ്പിന്റെ ഒക്കെ പ്രത്യേകത ഓർത്തോ പാരാ പൊസിഷനിൽ -R കാണിക്കും, -I കാണിക്കും. പക്ഷേ മെറ്റാ പൊസിഷനിൽ -I മാത്രമേ കാണിക്കൂ എന്ന് നമ്മൾ റിയാക്ഷൻ മെക്കാനിസത്തിൽ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് -R ഇവിടെ -I പക്ഷെ -R പ്രിഫറൻസ് കൂടുതൽ. അപ്പോൾ വലിക്കും, പക്ഷെ ഇത്രയും വലിക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെ വലിക്കും, ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പം ഇത്രയും കൂടില്ല, ഇത്രയും കൂടുള്ളൂ. അപ്പം തമ്മിൽ ഭേദം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ആർക്കാ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ബിക്കാണ്, അതിനുശേഷം എയ്ക്കാ. ഈ രണ്ടുപേരും വലിക്കുന്നുണ്ട്. ഇത് റെസൊണൻസ് വഴി വലിക്കും, ഇത് ഇൻഡക്റ്റീവ് വഴി വലിക്കും. തമ്മിൽ ഭേദം ഇതായതുകൊണ്ട് D വരും, പിന്നെ C വരും. BADC. ഓക്കെ, BADC ആൻസർ ഇസ് ഓപ്ഷൻ 2 വരും അല്ല. ഇത് SN1 റിയാക്ഷൻ ആണ്. ഓർഡർ എഴുതുന്ന രീതി മറക്കരുത്. 60. Given below are two statements ആണ്. One, the correct order in terms of atomic or ionic radii is അലൂമിനിയം ഇവിടെയാണ്, മഗ്നീഷ്യം ഇവിടെയാണ്, ആൻഡ് തെറ്റിപ്പോയി അല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ സൈസ് ഇത് മഗ്നീഷ്യം ആണെങ്കിൽ ഇതാണ് അലുമിനിയം. അവർ ചോദിച്ചേക്കുന്ന അലുമിനിയം ഗ്രേറ്റർ ആണെന്ന ഇത് തെറ്റിപ്പോയി. പിന്നെ മൊത്തം തെറ്റിപ്പോയി. കാറ്റോൺസിന്റെ സൈസ് എപ്പോഴും പാരന്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ നല്ല വെച്ചേക്ക് Mg2+ ആണ് ആൻഡ് ദിസ് ഇസ് Al3+ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞ Mg ആണ്, ഗ്രേറ്റർ ദാൻ Al ആണ്, ഗ്രേറ്റർ ദാൻ Mg2+ ആണ്, ഗ്രേറ്റർ ദാൻ Al3+ ആണ്. ഇതാണ് ഓർഡർ വരേണ്ടത്. അവർ കൊടുത്തിരിക്കുന്ന ഓർഡർ തിരിഞ്ഞുപോയി.
അടുത്ത ദി കറക്റ്റ് ഓർഡർ ഇൻ ടേംസ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ക്ലോറിന് ബ്രോമിനേക്കാൾ കൂടുതലല്ല, ക്ലോറിന് ഫ്ലൂറിനേക്കാളും കൂടുതലാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. പിന്നെ സൾഫറിന് ഓക്സിജനേക്കാൾ കൂടുതലാണ്. ഹാലോജന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓർഡർ എങ്ങനെയായിരുന്നു? ക്ലോറിൻ ഫസ്റ്റ്, ഫ്ലൂറിൻ സെക്കൻഡ്, പിന്നെ ബ്രോമിൻ ആൻഡ് അയഡിൻ. 16 ഫാമിലി. സൾഫറിന് ഫസ്റ്റ്, ഓക്സിജന് ലാസ്റ്റ് ആണ്. സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ആൻഡ് ഓക്സിജന. പക്ഷേ ഹാലോജൻ അങ്ങനെയല്ല, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ എന്നാണ്. അപ്പോൾ ഈ ഓർഡർ കറക്റ്റ് ആണ്, ഈ ഓർഡർ തെറ്റിപ്പോയി. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും. ഓപ്ഷൻ 2. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 61. The correct statements are: the activation energy for enzyme catalyzed hydrolysis of sucrose is lower than that of the acid catalyzed hydrolysis. Yes. അല്ലേ? NCERTലെ വിത്ത് വാല്യൂ ആണ് എൻസൈം കറ്റാലിസിസ് എന്നുള്ള ഹെഡിങ്ങിൽ കിടപ്പുണ്ട്. അപ്പോൾ എൻസൈം കറ്റാലിസിസിൽ ആക്ടിവേഷൻ എനർജി നന്നായിട്ട് കുറയും. സാധാരണ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസിനേക്കാൾ സ്പീഡില്ല. കാരണം ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ നല്ല രീതിയിൽ കുറയുമ്പോൾ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടും. സോ സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഡ്യൂറിങ് ഡീനേച്ചുറേഷൻ, ദറ്റ് ഈസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ആർ ഡിസ്ട്രോയിഡ് ബട്ട് പ്രൈമറി സ്ട്രക്ചർ റിമൈൻസ് ഇൻടാക്റ്റ്. നിങ്ങൾ കേട്ടും അടുത്ത സാധനമാണ്. That is also correct. The nucleotides are joined together by the glycosidic linkage between C1 and C4 carbons of the pentose sugar. Glycosidic linkage എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ന്യൂക്ലിയോടൈഡ്സിൽ നമ്മൾ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ആണ്. ആൻഡ് C1 of C4 of carbon atom of pentose sugar ribose, that statement is wrong. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Quaternary structure of protein represents overall folding of the polypeptide chain. No. Overall folding of the polypeptide chain എന്ന് പറയുന്നത് ടെർഷ്യറി ആണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് ക്വാട്ടർണറി. ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ് ഓഫ് സബ് യൂണിറ്റ്സുകളാണ്. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എ ആൻഡ് ബി മാത്രമാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. The correct order of the rate of the reaction for the following reaction with respect to the nucleophile is. അപ്പോൾ ഈ റിയാക്ഷനിൽ ഏറ്റവും സ്പീഡ് കൂടിയ ന്യൂക്ലിയോഫൈൽ ഏതാണെന്നാണ് ചോദ്യം. അതിനാദ്യം അവർ തന്നേക്കുന്ന ഫിനോക്സൈഡ് ആണ്. ഫിനോക്സൈഡിൻ്റെ ന്യൂക്ലിയോഫിലിസിറ്റി എന്ന് പറയുന്നത് കുറവാണ്. കാരണം ഇത് ഇങ്ങനെ റെസൊണൻസിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കും. അപ്പോൾ ഇത് ലെസ് അവൈലബിൾ ആണ്, അല്ലെ? ലെസ് അവൈലബിൾ ആയതുകൊണ്ട് ഇയാളൊരു നല്ല ന്യൂക്ലിയോഫൈൽ അല്ല. ദെർഫോർ ന്യൂക്ലിയോഫിലിസിറ്റി, അല്ലേ? ന്യൂക്ലിയോഫിലിസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി അടുത്ത OH മൈനസ് കുഴപ്പമില്ല, നല്ലതാണ്. കാരണം ഇതിനങ്ങനെ റെസൊണൻസ് ഒന്നുമില്ല. ഇത് അവൈലബിൾ ആണ്, അല്ലേ? ഇത് അവൈലബിൾ ആയതുകൊണ്ട് ന്യൂക്ലിയോഫിലിസിറ്റി എന്ന് പറയുന്ന ഹൈ ആയിരിക്കും. കാരണം ഇയാൾക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ന്യൂക്ലിയോഫിലിസിറ്റി ഹൈ ആയിരിക്കും. പിന്നെ ഓക്സിജന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ആ നെഗറ്റീവ് ചാർജ് അത്ര പെട്ടെന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടാണെങ്കിലും കുഴപ്പമില്ല. കമ്പയർഡ് ടു ദിസ് വൺ ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ്. ദെൻ CH3COO മൈനസ് ഒട്ടും കൊള്ളൂല. കാരണം എന്താ? ഇയാൾക്ക് ഈ നെഗറ്റീവ് വെരി ലെസ് അവൈലബിൾ, അല്ലേ? വെരി ലെസ് അവൈലബിൾ ആണ് ബിക്കോസ് ഓഫ് റെസൊണൻസ്. കാരണം ഇത് ഇങ്ങോട്ട് ഇറങ്ങി ഇവർ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസൊണൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ചോദിക്കും, സാറേ ഫിനോക്സൈഡും അസറ്റേറ്റും കൂടെ നോക്കിയാൽ അതിന് തന്നെയാണ്. കാരണം ഫിനോക്സൈഡിൽ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ് ചെയ്യുന്ന കാർബണിൻ്റെ മേളിൽ കൂടെയും അസറ്റേറ്റിൽ ഓക്സിജൻ്റെ മേളിൽ കൂടെയും. സോ അസറ്റേറ്റ് അയോൺ ഈസ് ബെറ്റർ ദാൻ മീൻസ് മോർ സ്റ്റേബിൾ ദാൻ ഫിനോക്സൈഡ്. അപ്പോൾ ഫിനോക്സൈഡ് പിന്നെയും കൊടുക്കും, പക്ഷേ അത് കൊടുക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം അത് റെസൊണൻസിൽ പങ്കെടുത്ത് ഭയങ്കര സ്റ്റേബിളാണ്. പിന്നെയുള്ള ClO4 മൈനസ് ആണ്. നിങ്ങൾക്കറിയാം ClO4 മൈനസിൽ ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ഇവിടെ ഇഷ്ടം പോലെ റെസൊണൻസ് സ്ട്രക്ചറുകൾ വരും, അല്ലേ? ലാർജ് നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. ലാർജ് നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് തന്നെയല്ല, ഓരോ സ്ട്രക്ചറിലും ഓക്സിജന്റെ മേളിൽ കൂടെയാണ് നെഗറ്റീവ്, വിച്ച് ഇസ് ഹൈലി സ്റ്റേബിൾ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറഞ്ഞേ, അല്ല, ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡറിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത് ClO4 മൈനസിനാണ്, അല്ലേ? പിന്നെ നമുക്ക് നോക്കാം, ഇവിടെ ഓക്സിജന്റെ മേളിൽ നിന്ന് കിട്ടാൻ പാടാ, ഇത് ലോക്കലൈസ്ഡ് ആണ്. പിന്നെ ഇത് അവൈലബിൾ ആണ്, പക്ഷേ വലിയ കുഴപ്പമില്ല ഓക്സിജൻ ആണെങ്കിലും. പക്ഷെ ഇതൊട്ടും അവൈലബിൾ അല്ല. കാരണം ഇവിടെ എന്താ നടക്കുന്നത്? നമ്മളുടെ റെസൊണൻസ്. അപ്പം ഇവിടുന്ന് കിട്ടാനുള്ള ചാൻസ് അവൈലബിൾ ആണ്. ഡീലോക്കലൈസേഷൻ ഒന്നുമില്ല. ഇവിടുന്ന് ഒട്ടും കിട്ടില്ല, ഇവിടുന്ന് കിട്ടില്ല. അപ്പം ഇതിൽ ഈ മൂന്നിൽ നല്ലത് ഇതാ, അസറ്റേറ്റ് CH3COO മൈനസ് ഗ്രേറ്റർ ദാൻ. പിന്നെ ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് അല്ല, ലോക്കലൈസ്ഡ് ആണ്. ഇത് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ പാടാണ്, പിന്നെ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് PHO മൈനസ് എഴുതാം. ദെൻ ഏറ്റവും അവസാനമാണ് OH മൈനസ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയോഫിലിസിറ്റിയുടെ ഓർഡർ പറ.
ന്യൂക്ലിയോഫിലിസിറ്റി, ഏറ്റവും നല്ല ന്യൂക്ലിയോഫൈലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആള് OH മൈനസ് ആണ്, PHO മൈനസ് ആണ്, അസറ്റേറ്റ് ആണ്. ഏറ്റവും വീക്ക് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ClO4 മൈനസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. OH, PHO, അസറ്റേറ്റ്, ClO4 മൈനസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. Question number 63. Given below are two statements. Crystal field stabilization energy, that is CFSC, of CrH2O 2+. അപ്പോൾ ഇവിടെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. സോ ക്രോമിയം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവരെല്ലാം ഒക്ടാഹിഡ്രൽ കോംപ്ലക്സുകളാണ്. കാരണം കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 4s1 3d5 ആണ്. അപ്പോൾ ക്രോമിയം 2+ ആകുമ്പോൾ 4s എന്ന് ഒരെണ്ണം പോയി, 3d എന്ന് ഒരെണ്ണം പോയി. സോ ദാറ്റ് ഈസ് എ D4 സിസ്റ്റം. സോ ക്രോമിയം 2+ ഇസ് D4 സിസ്റ്റം. 1 2 3 4 5 1 2 3. മൂന്നാമത്തെ ഇലക്ട്രോൺ പോകുന്നത് തീരുമാനിക്കുന്ന ലിഗാൻഡ് ആണ്. ആൻഡ് യു നോ വാട്ടർ ഈസ് എ വെരി വീക്ക് ലിഗാൻഡ് ആൻഡ് ദാറ്റ്സ് വൈ ദർ ഇസ് നോ പെയറിംഗ്. പെയറിംഗ് നടക്കുന്നതിന് പകരം എന്ത് സംഭവിക്കും? ഇത് മേളിലോട്ട് ജമ്പ് ചെയ്യും. അപ്പൊ CFSCയുടെ കാൽക്കുലേഷൻ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ? CFSC ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ എനർജി ബാരിയർ കുറയുക ചെയ്യുക. ഇവിടെ 3 എണ്ണവും അവിടെ മേളിൽ 2 എണ്ണം ഉള്ളത്. അപ്പം -2/5 ഇൻറ്റു ഡെൽറ്റ O അല്ലെ, ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G പ്ലസ് 3/5 ഡെൽറ്റ O ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG ആണ്. സോ CFSC is equal to -2/5 ഡെൽറ്റ O ഇൻറ്റു 3 plus 3/5 delta O into 1, which is equal to -6/5 delta O plus 3/5 delta O എന്ന് വരും. സോ -6/5 എന്ന് പറയുമ്പം എത്രയാ? 5 -1.2 ഡെൽറ്റ O എന്ന് വരും, പ്ലസ് 0.6 ഡെൽറ്റ O എന്ന് വരും. സോ വിച്ച് ഇസ് -0.6 ഡെൽറ്റ O എന്ന് CFSC ഓഫ് ആദ്യത്തെ കോംപ്ലക്സ് കിട്ടി. രണ്ടാമത്തെ കോംപ്ലക്സ് MnH2O 6 times 2+, Mn2+, സീറോയാ അല്ലെ? D5 ഹൈ സ്പിൻ ഈസ് 0. നമുക്ക് അറിയാവുന്നല്ലേ, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. ആൻഡ് ദിസ് ഇസ് എ D5 സിസ്റ്റം. T2G EG ആണ് 1 2 3. ആൻഡ് യു നോ വാട്ടർ ഈസ് എ വെരി വീക്ക് ലിഗാൻഡ്. ആൻഡ് ഇത് ഇങ്ങനെ ചെയ്തു. അവൻ CFSC ഇസ് ഈക്വൽ ടു -2/5 ഡെൽറ്റ O ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G 3 പ്ലസ് 3/5 ഡെൽറ്റ O ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -1.2 ഡെൽറ്റ O പ്ലസ് 5 പ്ലസ് 1.2 ഡെൽറ്റ O വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവർ പറയുന്നത് ആദ്യത്തെ ആളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് Mn. അത് 0 ആണ്. ഇത് ഇനി മൈനസ് കാണുമ്പോൾ സാർ ഇത് മൈനസ് അല്ലേ, 0 ഒക്കെ താഴെയില്ല, അങ്ങനെ ചോദിക്കരുത് കേട്ടോ ദൈവത്തെ ഓർത്ത്. ഈ നെഗറ്റീവ് എന്ന് വെച്ചാൽ ദാറ്റ് മച്ച് എനർജി വിൽ ബി റിലീസസ് എന്നാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ദെൻ പൊട്ടാഷ്യം ഫെറി സയനൈഡ് ഹാസ് എ ഗ്രേറ്റർ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് ദാൻ സോഡിയം ഫെറു സയനൈഡ്. ഫെറി സയനൈഡ് എന്ന് പറയുന്നത് ശരിക്കും FeCN 6 ടൈംസ് ഫെറിക് അയോൺ എന്ന് പറയുമ്പോൾ 3+ ആ, ഇത് -6 ആ. അപ്പോൾ ഇവിടെ 3- ഇട്ടാൽ മതി. ഫെറു സയനൈഡ് എന്ന് വെച്ചാൽ FeCN 6 4- ആണ് ഇവിടെ. അതായത് ഇവിടെ -6ഉം -4ഉം കൂടെ വരണമെങ്കിൽ ഇവിടെ +2 വരണമല്ലോ. ഇത് Fe3+ഉം ഇത് Fe2+ഉം ആ. ഇതിലുള്ളത് Fe3+ ആണ്. ആൻഡ് Fe3+ എന്ന് പറയുന്നത് D5 സിസ്റ്റം ആണ്. ഇവിടെ ഉള്ളത് Fe2+ ആണ്. Fe2+ എന്ന് പറയുന്ന D6 സിസ്റ്റം ആണ്. ഇനി നിങ്ങൾക്കറിയാം ഇത് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണ്. D5 1 2 3. ആൻഡ് സയനൈഡ് ഇസ് എ വെരി സ്ട്രോങ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് പെയറിങ് നടന്ന് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 1 കിട്ടും. D6 ആവുന്ന സമയത്ത് 1 2 3 ആൻഡ് സയനൈഡ് പെയറിങ് 4 5 6, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ്. അപ്പോൾ അവർ പറയുന്ന പൊട്ടാഷ്യം ഫെറി സയനൈഡിന് ഗ്രേറ്റർ സ്പിൻ ഉള്ള മാഗ്നറ്റിക് മൊമെന്റ്, ബിക്കോസ് there is one unpaired electron and here there is no unpaired electron, and statement 2 is also correct. So both the statement 1 and statement 2 are true. Answer is option 1 വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 64. The correct increasing order of CH, CO, C double bond O, C triple bond N bonds in terms of covalent bond length. അത് നമ്മൾ NCERT കൊടുത്തിരിക്കുന്ന ടേബിളിലെ വാല്യൂ അത്യാവശ്യം അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചുമ്മാ നോക്കാവേ. CH ബോണ്ടും പിന്നെ CO ബോണ്ടും C ഡബിൾ ബോണ്ട് Oയും C ട്രിപ്പിൾ ബോണ്ട് N ആണ്.
ഇപ്പോൾ നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ടിന് ഏറ്റവും നീളം കുറവായിരിക്കും അല്ലേ, ട്രിപ്പിൾ ബോണ്ടിന് നീളം ഏറ്റവും കുറവാണ് വരാൻ ചാൻസ്. പിന്നെ നമ്മൾ നോക്കണം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും ഇത് കാർബണും നൈട്രജനും ആണ്, അത് കാർബണും ഹൈഡ്രജനും ആണ്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എപ്പോഴും ആ ടേബിളിലെ ഏറ്റവും ചെറിയ വാല്യൂ, ഏകദേശം ഒരു 107 പൈക്കോമീറ്റർ എങ്ങാണ്ട് അയാളുടെ വാല്യൂ ഉള്ളൂ. പിന്നെ കാർബൺ ഓക്സിജൻ ബോണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 121, ഇതൊരു ഇതൊരു 143, ഇതൊരു 121, പിന്നെ ഇതൊരു 116. ആ റേഞ്ചിലാണ്. നമുക്ക് വാല്യൂ ഓർക്കണ്ട, അല്ലാതെ നമുക്ക് ലോജിക്കലി ചെയ്യാൻ പറ്റുമോ നോക്കാം. ഏറ്റവും ചെറുത് എന്തായാലും ഹൈഡ്രജൻ വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എ ആണ്, പിന്നെ ഇത് ബി ആണ്, ഇത് സിയും, പിന്നെ ഇത് ഡിയും ആണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും നീളം കൂടിയ ബോണ്ട് എന്ന് പറയുന്നത് ഇത് ട്രിപ്പിൾ ആൻഡ് ഡബിൾ ആണ്, ഇത് സിംഗിൾ ആണ്. ഏറ്റവും നീളം കൂടിയത് ബി ആയിരിക്കും. അത് നമുക്ക് ആദ്യം കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ, അതായത് ഇത് കാർബൺ ആൻഡ് ഓക്സിജൻ ആണ്, ഇത് കാർബൺ ആൻഡ് നൈട്രജൻ ആണ്. ഇവരെക്കാൾ എന്തായാലും ചെറുതാണ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. സോ എ ആണ് ഏറ്റവും നീളം കുറവ്. ഇനി ഈ രണ്ടും നോക്കുമ്പോൾ ഇത് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഡബിളിൻ്റെ നീളം ട്രിപ്പിളിനേക്കാൾ കുറവായിരിക്കും. സോ BCDA എന്ന് വരണം. BCDA ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. 65. Given below are 4 compounds. Normal propyl chloride, that is this one. Isopropyl chloride, this one. Secondary butyl chloride, this one. Neopentyl chloride, this one. Then percentage of carbon in the one which exhibits optical isomerism. നിങ്ങൾക്കറിയാം ഇതിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന ഒരാളേ ഉള്ളൂ, ദിസ് വൺ. ഇതിന് മാത്രമേ കൈറാൾ കാർബണാറ്റ് ഉള്ളൂ. അപ്പോൾ ഇയാളുടെ ഫോർമുല നമ്മൾ എങ്ങനെയാണ്? 1 2 3 4 കാർബൺ C4. ഇവിടെ 3 ഹൈഡ്രജൻ, 3 1 4 2 6 3 9 ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു ക്ലോറിനുണ്ട്. ശരി, അപ്പം നമ്മൾ ഇയാളുടെ മോളാർ മാസ് എഴുതും. 12 × 4 എന്ന് പറയുമ്പോൾ 48 ആണ്, പ്ലസ് 9 വരും. എത്രയാ? 7 9 8 17 57 വരും. പ്ലസ് ക്ലോറിൻ്റെ 35.5 ആണ്. സോ ദിസ് ഇസ് 5. 2 റിമൈൻഡർ 1 വരും. 5 4 9 92.5. സോ ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈക്വൽ ടു, മൊത്തമുള്ള കാർബണിൻ്റെ വെയിറ്റ് 48 ആണ്, ബൈ 92.5 ഇൻറ്റു 100 വരും അല്ലേ. അപ്പം നമുക്കിത് ഇങ്ങനെ ചെയ്യാം. 48 ഡിവൈഡഡ് ബൈ 925. അപ്പം ഞാൻ അതിനെ ഒരു മേളിലൊരു 1000 ഇട്ടാൽ മതിയായിരിക്കും അല്ലേ. അപ്പം 1000 ഇട്ടാൽ മതിയായിരിക്കും. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ചെയ്യാതെ വേണമെങ്കിൽ പറയാമായിരിക്കും. 1000 ഇതും അടുത്തടുത്തായതുകൊണ്ട് നമ്മൾ വെട്ടിക്കളഞ്ഞാൽ ഇത് 1ന് മേലെയുള്ളൊരു വാല്യൂ വരും. 48ഉം 1ന് മേലെയുള്ളൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്തായാലും 50ക്ക് മേലെ പോവും, എന്നാൽ 56ലേക്ക് പോവില്ല. അപ്പോൾ ആൻസർ 52 ആയിരിക്കും. നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇതിൽ 1000, ഇത് 5 വെച്ച് കട്ട് ചെയ്തേ. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1, പിന്നുള്ള 8 185 വരും. ഇത് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 200 വരും. പിന്നെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 15 35 7 അല്ലേ, 7 5 35 വരും. ഇത് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 40 വരും. അപ്പം 37ഉം 40ഉം വന്നു. സോ നമുക്കിവിടെ എന്താ പറയുക, 48 × 40 എന്ന് പറയുമ്പം 0 കിടക്കട്ടെ. 8 4 32 3 വരും. 16 3 19 വരും, ഡിവൈഡഡ് ബൈ 37 വരും. സോ ദിസ് ഇസ് 192 ഡിവൈഡഡ് ബൈ 37 എന്ന് പറയുമ്പം 5 വരും. 5 റിമൈൻഡർ 3, 15 3 18 വരും. സോ ദിസ് ഇസ് 12 7 5 12 0 0 7 വരുള്ളൂ, 0 8. അപ്പോൾ നമുക്ക് ഒരു 2 ടൈംസ് വരുമോ നോക്കാം. 2 ടൈംസ് ആണെങ്കിൽ പറ്റൂല, 74 വരും അല്ലേ. 1 ടൈം ആയിരിക്കും. സോ ദിസ് ഇസ് 37 വരും. ആൻഡ് 3 6 നിന്ന് 3 പോയാൽ 3 വരും, 330 വരും. സോ 5.1 പോയിന്റ് 5.1 330 വരുമ്പം ഏകദേശം ഒരു 8 3 9 വരുമോ, 8 വരുമായിരിക്കും അല്ലേ. 8 നോക്കാം. 7 56 5 24 5 29 വരും അല്ലേ. അപ്പോൾ ഇത് മതിയായിരിക്കും. 5.18 ഇൻറ്റു ഒരു ഇത് വരുമ്പം 51.8ഓളം വരും. സോ അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് 52% നീട്ടി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 66. Given below are some of the statements about Mn and Mn2O7. Identify the correct statement. Manganese forms the oxide Mn2O7 in which manganese is in its highest oxidation state. Yes, അല്ലേ. Manganese, bridging oxygen, manganese, and there are 3 double bond oxygen in each manganese. ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഇതിൽ -2 -2 -2 -1. സോ ടോട്ടൽ -7. സോ മാംഗനീസ് വിൽ ക്യാരി എ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് കറക്റ്റ് ആണ്.
Then oxygen stabilizes the manganese in higher oxidation state by forming multiple bonds with the manganese. Yeah. ഏറ്റവും നല്ല ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടത് ശരിക്കും ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ്റെ അത്രയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജൻ ഇല്ല. പക്ഷെ ഫ്ലൂറിന് ഏറ്റവും വലിയ ഹയസ്റ്റ് ഫ്ലൂറൈഡ് ഓഫ് മാംഗനീസ് എന്ന് പറഞ്ഞാൽ MnF4 ഉള്ളൂ. MnF7 എന്ന് പറയുന്ന ആൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ കണ്ടോ, ഓക്സിജന് Mn2O7 ഉണ്ടാക്കാൻ പറ്റിയതിന് കാരണം ഓക്സിജന് ഡബിൾ വാലൻസി ആയതുകൊണ്ട് ഒന്ന് സിഗ്മ ബോണ്ടും ഒന്ന് പൈ ബോണ്ടും ഫോം ചെയ്യാൻ പറ്റും. ഫ്ലൂറിന് പൈ ബോണ്ട് ഫോർമേഷൻ ഇല്ല. സോ അങ്ങനെ ഒരു ഓക്സിജന് അറ്റ് എ ടൈം 2 ഇലക്ട്രോണുകളെ വലിക്കാവുന്നതുകൊണ്ട് മാംഗനീസിൽ കൊടുക്കാൻ പറ്റുന്ന ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെന്റ് ബി ഈസ് ഓൾസോ കറക്റ്റ്. Then Mn2O7 is an ionic oxide. No, Mn2O7 is a covalently bonded green oily like appearance ഉള്ള ലിക്വിഡ് ആണ്. Then the structure of Mn2O7 consists of one bridged oxygen. Yes, you can see from the diagram. So D is also correct ആണ്. So ഇതിലെ correct statement എന്ന് പറയുന്നത് A, B, D only ആണ്. So answer is option 2. 67. For a closed circuit Daniell cell, which of the following plots is the accurate one at a given temperature? E0 സെല്ലും ടൈമും അല്ലേ, അതെന്നാ കുഴപ്പം? E0 സെല്ല സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഡാനിയൽ സെല്ലിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എത്രയാണ്? 1.1. വട്ട് എവർ മേ ബി ദി ടൈം. സോ ദാറ്റ് മീൻസ് ഇഫ് അല്ലെ ടൈം ഇൻക്രീസസ്, ടൈം കൂടുന്നതനുസരിച്ച് E0 സെല്ല് കൂടി പോവോ? ഇല്ല. ടൈം ഇൻക്രീസസ്, E0 സെൽ റിമൈൻസ് കോൺസ്റ്റന്റ്. ഓർത്ത് വെച്ചോണം, ടൈമിനനുസരിച്ച് ഒരിക്കലും മാറില്ല. E0 സെൽ റിമൈൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഈ സെല്ല് മാറുമായിരിക്കും, പക്ഷേ E0 സെല്ല് കോൺസ്റ്റന്റ് ആണ്. 68. Given below are two statements. Compound X shown below dissolves in NaHCO3. NaHCO3 ഡിസോൾവ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും COOH ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ആൻഡ് ഹാസ് 2 chiral carbon atom. Yeah, this one and 2 chiral carbon atom. Statement 1 correct. Then compound Y shown below has 2 carbon atoms with sp3 hybridization. Yes, this is sp3, this is sp3, E carbon sp2, E carbon sp ആണ്, and oxygen is also sp2. ശരി, ഇനി അവർ പറഞ്ഞേക്കുന്നത് ഇതിൽ 2 കാർബൺ വിത്ത് sp3 ഉണ്ട്, 1 കാർബൺ വിത്ത് sp2 ഉണ്ട്, 1 കാർബൺ വിത്ത് sp ഉണ്ട്. That is also correct. So both the statement 1 and 2 are correct ആണ്. So option 3. 69. Given below are two statements. The correct order in terms of bond dissociation enthalpy is chlorine, bromine, fluorine and iodine. കണ്ടോ, ക്ലോറിൻ ഫ്ലൂറിനെ ഓവർടേക്ക് ചെയ്യുന്ന വേറൊരു സ്ഥലമാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഫ്ലൂറിന്റെ ഈ വാല്യൂ ഇത്രയും താഴെ പോകാൻ കാരണം ഡ്യൂ ടു സ്ട്രോങ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ആണ് അല്ലേ. സ്ട്രോങ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫ്ലൂറിൻ ടു ഫ്ലൂറിൻ ബോണ്ടിന്റെ നീളം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ നീളം കുറയുന്തോറും സ്ട്രെങ്ത് കൂടും. അപ്പം നല്ല പൊട്ടിക്കാൻ ഭയങ്കര പാടായിരിക്കും ഫ്ലൂറിൻ. പക്ഷേ ഫ്ലൂറിൻ ഇങ്ങനെ ചെറിയ ബോണ്ട് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഫ്ലൂറിനും ഇഷ്ടംപോലെ ലോൺ പെയറുകളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ലോൺ പെയറുകൾ തമ്മിലിങ്ങനെ റിപ്പൽ ചെയ്ത് ആ ബോണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അത് ആർക്കും താഴെ പോവും, ബ്രോമിനും കൂടെ താഴെ പോവും. സാധാരണ ക്ലോറിനാണ് ഫ്ലൂറിനെ ഓവർടേക്ക് ചെയ്യാറ്. ഇവിടെ ക്ലോറിനും ബ്രോമിനും ഫ്ലൂറിനെ ഓവർടേക്ക് ചെയ്യും. സോ ദിസ് ഓർഡർ ഈസ് കറക്റ്റ്. Then the correct trend in the covalent character of the metal halides. And നിങ്ങൾക്കറിയാം, as the oxidation state increases, covalent character also increases according to Fajan's rule. അപ്പോൾ SnCl2 +4 and this is +2 correct ആണ്. And this is +4 and +2 correct ആണ്. This is +4 and +6 തെറ്റിപ്പോയി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. So statement 1 is correct, but statement 2 is false അല്ലേ. ഒന്നാമത്തെ ശരിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. 70. On heating a mixture of common salt, that is NaCl, അല്ല, equal K2Cr2O7 in equal amount along with the concentrated sulfuric acid. ഇത് ഇന്നലത്തെ ഷിഫ്റ്റ് അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഷിഫ്റ്റിലുണ്ടായിരുന്നു. ഗ്ലാസ് ട്യൂബ്, എ ഗ്യാസ് ഇസ് ഇവോൾവ്ഡ്. യു നോ ദിസ് ഇസ് കോൾഡ് ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് അല്ലേ. ഈ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് എന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന CrO2Cl2 ആണ് ക്രോമൈൽ ക്ലോറൈഡ്. ആൻഡ് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 2 വരും. ഓക്കെ, സോ ലെറ്റ് us move into the integer type questions. The first and second ionization constants of H2X are 2.5 × 10⁻⁸ and
1 into 10 raised to minus 13 respectively. The concentration of X2 minus in 0.1 molar H2X solution is dash into 10 raised to minus 15 എന്നാണ്. അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. H2X ഗിവിങ് H പ്ലസ് പ്ലസ് HX മൈനസ് ആണ് ഇതിൻ്റെ KA1 എന്ന് പറയുന്ന വാല്യൂ 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 8 ആണ് അല്ലേ. അടുത്ത് HX മൈനസ് ഗിവിങ് H പ്ലസ് പ്ലസ് X2 മൈനസ് ആണ് ഇതിൻ്റെ KA2 എന്ന് പറയുന്നത് 1.0 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 13 ആണ്. അപ്പോൾ ടോട്ടൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. H2X ഗിവിങ് 2H പ്ലസ് പ്ലസ് X2 മൈനസ് ആണ്. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് വേണ്ടത് ഇയാളുടെ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് ഇതാ വേണ്ടേ. പക്ഷെ ഇത് കിട്ടിയത് നിങ്ങളുടെ ഈ ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും കൂടെ നിങ്ങൾ ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയതല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KA ഇസ് ഈക്വൽ ടു KA1 ഇൻറ്റു KA2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 10 റൈസ് ടു minus 21 എഴുതി, which is equal to concentration of H plus square into concentration of X2 minus by concentration of HX എന്ന് എഴുതാം. ശരി, 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 21 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അവർ തന്നിട്ടില്ല, അപ്പോൾ അതവിടെ കിടക്കട്ടെ, സ്ക്വയർ ഇൻറ്റു അപ്പോൾ പണിയായി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ കോൺസെൻട്രേഷൻ ഓഫ് HX എന്ന് പറയുന്നത് 0.1 തന്നു. ഇതും വെച്ചോണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് രണ്ടുപേരുടെ കോൺസെൻട്രേഷൻ വേണം. ഒരാളുടെ മാത്രമേ കണ്ടുപിടിക്കാൻ ചോദിച്ചുള്ളൂ, മറ്റേ ആളുടെ നമ്മൾ അറിയണം. അതിന് പറഞ്ഞേ വീക്ക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് C ആൽഫയാണ്. നിങ്ങൾക്കറിയാം H പ്ലസിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ മാത്രം എടുത്താൽ മതി, കാരണം സെക്കൻഡ് അയണൈസേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഭയങ്കര ചെറുതായതുകൊണ്ട് അത് നെഗ്ലക്ട് ചെയ്ത് വിട്ടാലേ നമ്മൾ കണക്കാക്കണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തത്? ഇഫ് KA1 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ KA2 ആണ്. ഇനി C ആൽഫ എന്ന് വെച്ചാൽ എന്താ? C ഇൻറ്റു റൂട്ട് ഓഫ് KA ബൈ C വിച്ച് ഈസ് ഈക്വൽ ടു, ഇതകത്ത് ചെല്ലുമ്പോൾ KA ഇൻറ്റു C ഈക്വൽ ടു റൂട്ട് ഓഫ് KA എന്ന് പറയുന്നത് ആദ്യത്തെ K എടുത്താൽ മതി, 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 8 ഇൻറ്റു C എന്ന് പറയുന്ന 0.1. സോ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 25 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 എന്ന് എഴുതാം അല്ലേ, ഈക്വൽ ടു 5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 മോളാർ എന്ന് നിങ്ങൾക്ക് H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. Therefore 2.5 നമുക്ക് അതിനെ 25 എന്നാക്കാം. അവിടെ 25 അല്ലേ 5 ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 21 ഈക്വൽ ടു 5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 ദ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് X2 മൈനസ് ബൈ 0.1 എന്ന് വരും. ശരി, ഇത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് X2 മൈനസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് ചെല്ലുമ്പം 25 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 22, ഇത് ചെല്ലുമ്പോൾ 10 റൈസ് ടു മൈനസ് 23 ബൈ 25 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 10 റൈസ് ടു മൈനസ് 13 എന്ന് വരും അല്ലേ. പക്ഷെ അവർ ചോദിച്ചേക്കുന്നത് എന്താ? ഡാഷ് ഇൻറ്റു 10 റൈസ് ടു മൈനസ് 15, സോ വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 15. ഇത് രണ്ടും സെയിം അല്ലേ. അപ്പോൾ അവർ തന്നേക്കുന്ന ഡാഷ് ഇൻറ്റു 10 റൈസ് ടു മൈനസ് 15 മോളാർ എന്നാണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ആ ഡാഷിന്റെ വാല്യൂ ആണ് എന്ത്? 100 അല്ലേ. ഇത് നല്ല ക്വസ്റ്റ്യനാ. അപ്പോൾ വീക്ക് ആസിഡ് ആയതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് C ആൽഫ എന്നെടുത്ത് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 72. The osmotic pressure of a living cell is in 12 atm at 300. അപ്പോൾ നമുക്ക് osmotic pressure pi is equal to 12 atm at a given temperature of 300 Kelvin കിട്ടി. The strength of the sodium chloride solution that is isotonic with the living cell എന്ന് വെച്ചാൽ they have the same osmotic pressure. അപ്പം ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരുടെയാ? ലിവിങ് സെല്ലിൻ്റെ. ആൻഡ് ദിസ് ഈസ് ദി ഓസ്മോട്ടിക് പ്രഷർ ഓഫ് NaCl2 ബിക്കോസ് ദേ ആർ ഐസോട്ടോണിക് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രെങ്ത് ആണ് ഗ്രാം പെർ ലിറ്ററിലായി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അസ്യൂം കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓഫ് NaCl, സോ വാൻ ഹോഫ് ഫാക്ടർ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 2. ശരി, ഇനി നമ്മൾ ചെയ്ത് നോക്കുകയാണ്. പൈ ഇസ് ഈക്വൽ ടു I ഇൻറ്റു CRT എന്നാണ് ഇക്വേഷൻ. സോ 12 atm ഈക്വൽ ടു I2 ആണ്. C നമുക്കറിയില്ല, R 0.08, ടെമ്പറേച്ചർ 300 എന്ന് എടുത്തു. ദെൻ C ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8 ഇൻറ്റു 3 എന്ന് എഴുതാം. 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 4 വരും, 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 വരും. സോ ദിസ് ഇസ് 1/4 മോൾസ് പെർ ലിറ്റർ എന്ന് കിട്ടി.
പക്ഷെ നിങ്ങളോട് ചോദിച്ചേക്കുന്ന ഗ്രാംസ് പെർ ലിറ്റർ ആ. അപ്പോൾ നിങ്ങൾ 1/4 ഇൻറ്റു 58.5 ഗ്രാംസ് പെർ ലിറ്റർ ആയി. കാരണം എന്നാ, മോളിനെ ഗ്രാം ആക്കാൻ വേണ്ടി നമ്മൾ മോളാർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈംസ് കിട്ടും. 18 4 4 16 25 വരും 6 4 24, പിന്നെ ഒരു 1 വരും, 4 2 8 എങ്ങനെ പോകും അല്ലേ, 8 2 വരും, 4 5 20. അപ്പോൾ 146. അപ്പോൾ നമുക്ക് 58 എന്ന് പറയുമ്പോൾ 14.625 ഗ്രാംസ് പെർ ലിറ്റർ എന്ന് കിട്ടും. അവർ നിയറസ്റ്റ് ഇൻറ്റീജർ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 15 എന്ന് വരും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 15 ആണ്, 15.00. Question number 73. A substance X 1.5 gram dissolved in 150 gram of a solvent Y. Molar mass 300 gram per mole led to an elevation of boiling point by 0.5 Kelvin. The relative lowering in the vapor pressure of the solvent Y is എന്നാണ് ചോദ്യം. That is into 10⁻². Then given Kb തന്നിട്ടുണ്ട്, of the solvent 5 ആണ്, അപ്പോൾ ഇത് വാട്ടർ അല്ല. Then assume the solution to be dilute and no association or dissociation of X. So the Van Hoff factor of X എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഐ വേണ്ട, കെ ബി ഇൻറ്റു എം. മൊളാലിറ്റി എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ്. ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞ 0.5 ആണ്, ആൻഡ് കെ ബി വാല്യൂ എന്ന് പറഞ്ഞ 5 എന്ന് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് എക്സ് 1.5 ഇൻറ്റു 1000 ബൈ വെയിറ്റ് ഓഫ് വൈ എന്ന് പറയുന്ന 150 ഗ്രാം ആണ്, ആൻഡ് മോളാർ മാസ് ഓഫ് എക്സ് അവർ തന്നിട്ടില്ല അല്ലെ, മോളാർ മാസ് ഓഫ് എക്സ് അവർ തന്നിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. മോളാർ മാസ് ഓഫ് ദി എക്സ്, ഇത് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് ദി എക്സ് ആണല്ലോ. നമുക്ക് വേണ്ട റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് എന്ന് വെച്ചാൽ ഡെൽറ്റ P1 ബൈ P1 0 ആണ് വേണ്ടത്. അതെന്ന് പറഞ്ഞ K2 ആണ്. ഇതിൽ നമുക്ക് മോളാർ മാസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാവേ. 5 ഇൻറ്റു 1.5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 150. അപ്പോൾ ഇവിടെ നമുക്ക് 5ഉം 0.5ഉം കൂടെ കട്ടാവുമ്പം ഒരു 0 ഇവിടെ ഇട്ടാൽ മതി. ഒരു 0യും കട്ടായി. ഇത് രണ്ടും കൂടെ കട്ടാകുമ്പോൾ ഒരു 0യും കൂടെ കട്ട് ചെയ്ത് കളയാം. സോ മോളാർ മാസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 100 ഗ്രാംസ് പെർ മോൾ എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് സെറ്റായി അല്ലേ. ഇനി ഡെൽറ്റ P1 ബൈ P1 0 എന്ന് പറയുന്ന K2. ഓക്കെ, നമുക്കിവിടെ K2ന് പകരം നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്ന എക്സ് ആണല്ലോ, X എന്ന് കൊടുക്കാം. ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൈ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് പറ, ഗിവൺ മാസ് എക്സിൻ്റെ മാസ് നമ്മൾ എത്രയായിട്ടെ 1.5 അല്ലേ. അപ്പോൾ 1.5 ഡിവൈഡഡ് ബൈ 100 ബൈ 1.5 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 150 സോൾവെന്റ് ഡിവൈഡഡ് ബൈ 300. സോ ഇത് നമുക്ക് 0.015 എന്ന് വരും, ശരിയല്ലേ. ഡിവൈഡഡ് ബൈ 0.015 പ്ലസ് 0.5. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.015 ബൈ 0.515 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 15 ബൈ 515 എന്ന് വരും. 5 വെച്ച് കട്ട് ചെയ്താൽ 3 വരും. ഇവിടെ 5 1 0 103 വരും. സോ നമുക്ക് 3 ഡിവൈഡഡ് ബൈ 103 ആണല്ലോ. ഇത് അപ്രോക്സിമേറ്റ്ലി ഇൻറ്റീജർ ആണ്. 3 ഡിവൈഡഡ് ബൈ 100 എന്ന് എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻². അപ്പം നമ്മുടെ ആൻസറായി 3 അല്ലേ. അപ്പോൾ അവർ ഇൻറ്റീജർ ആയതുകൊണ്ടാണ് ഞാനതങ്ങ് റൗണ്ട് ചെയ്തെടുത്ത കേട്ടോ. സോ ആൻസർ 3 എന്ന് കിട്ടും. സോ ദിസ് ഇസ് 73. ക്വസ്റ്റ്യൻ നമ്പർ 74. Identify the metal ions among cobalt 2+, nickel 2+, Fe 2+, V 3+, and Ti 2+ having a spin-only magnetic moment value more than 3 bm. The sum of unpaired electrons present in the high spin octahedral complex formed by those metal ions എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ മെറ്റൽ അയോൺസ് ഹാവിങ് മോർ ദാൻ, അപ്പോൾ കൊബാൾട്ട് 2+ എന്ന് പറയുന്ന D7 സിസ്റ്റം ആണ്. D7 ആകുമ്പം എന്താ 5 2 7, നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന 3 ആണ്. സോ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ 3.84 സംതിങ് വരും. അപ്പോൾ കൊബാൾട്ട് 2+ എടുക്കാം. നിക്കൽ 2+ D8 ആണ്. D8 ആകുമ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 2 ആണ്. അപ്പോൾ നമുക്ക് 2 പോയിന്റ് സംതിങ്ങേ വരുള്ളൂ, എടുക്കത്തില്ല. Fe 2+ എന്ന് പറയുമ്പോൾ D6 സിസ്റ്റം ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 4 ആണ്. മാഗ്നറ്റിക് മൊമെന്റ് 4.86 സംതിങ് ആ റേഞ്ചിൽ വരും, എടുക്കാം. വനേഡിയം 3+, സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം 4s2 3d3 ആണ്. 3 പോകുമ്പം ദിസ് ഇസ് D2 കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 2 ആണ്.
നമുക്ക് എടുക്കത്തില്ല, മാഗ്നറ്റിക് മൊമെന്റ് ഇല്ലാത്തതുകൊണ്ട് എടുക്കത്തില്ല. ടൈറ്റാനിയം 2+ എന്ന് പറയുന്ന ടൈറ്റാനിയം 4s2 3d2 ആണ്. അപ്പം ടൈറ്റാനിയം 2+ വരുമ്പം അഗെയിൻ D2 കോൺഫിഗറേഷൻ വരും, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 2 വരും, എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് 3-ന് മേലെയുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തു. ദെൻ ദി സം ഓഫ് ദി അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദി ഹൈ സ്പിൻ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ഫോംഡ് ബൈ ദോസ് മെറ്റൽ അയോൺസ്. അപ്പോൾ ഇതിൽ ഹൈ സ്പിൻ ഫോം ചെയ്യുന്നു. ഏതൊക്കെയാണ് നമ്മൾ എടുത്തത്? കൊബാൾട്ട് 2+, ദാറ്റ് ഈസ് എ D7 സിസ്റ്റം, ഹൈ സ്പിൻ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ് എടുത്തത് അല്ലേ? അപ്പോൾ അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് നോക്കാം. കൊബാൾട്ട് 2+ D7 ആണ്. 1 2 3 4 5 6 7. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 3 ആണ്. നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണെങ്കിലും എഴുതിയേക്കാം. ദെൻ ദി ഹൈ സ്പിൻ കോംപ്ലക്സ് ഫോംഡ് ബൈ Fe2+ ആണ്. Fe2+ന്റെ എന്ന് പറയുന്ന D6 ആണ്. അപ്പോൾ ഹൈ സ്പിൻ ആകുമ്പോൾ 1 2 3 4 5 6 വരും. അപ്പം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 4 വരും. ആൻഡ് 3ഉം 4ഉം അല്ലേ 7. സോ ആൻസർ ഈസ് 7 വരും. And last question. Mx is a sparingly soluble salt that follows the given solubility equilibrium. Mx gives M plus x minus Ksp 10⁻⁻10. If the standard reduction potential for M plus 1 electron gives M is 0.79, then the value of the standard reduction potential for the metal insoluble electrode. ഈ ഇലക്ട്രോഡിൻ്റെ നമ്മൾ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ആദ്യം ഇത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണല്ലോ അല്ലേ? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ സെല്ല് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നാൻസ് ഇക്വേഷനിൽ നമ്മൾ ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ബൈ n ലോഗ് Q എന്ന് കൊടുക്കുവാണ്, Q എന്ന് കൊടുക്കുക. പിന്നെ അറ്റ് ഇക്വിലിബ്രിയം വരുമ്പോഴുള്ള പ്രത്യേകത എന്നാ? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ സെൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്. Q എന്ന് പറയുന്നത് ശരിക്കും K ആയിട്ട് മാറും. അപ്പം ഞാൻ ഈ പ്രോബ്ലത്തിലായതുകൊണ്ട് QSP എന്ന് കൊടുക്കുവാണ്, സോലിബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പം QSP ബിക്കം KSP ആയിട്ട് മാറും അല്ലേ? ദെയർഫോർ ഇത് ഇപ്പുറത്തേക്ക് വന്നേ, E0 സെൽ എന്താ പറയുക ഈക്വൽ ടു 0.059 ബൈ n ലോഗ് KSP എന്ന് എഴുതാം. നമുക്ക് ഈ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 0.059 ബൈ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ അല്ലെ? ഒറ്റ ഇലക്ട്രോൺ 1. പിന്നെ അവർ ചോദിച്ചേക്കുന്ന ലോഗ് KSPയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 10⁻⁻10. സോ വിച്ച് ഈസ് മൈനസ് 0.059 ഇൻറ്റു 10 എന്ന് പറയുമ്പം മൈനസ് 0.59 വോൾട്ട് എന്നാണ് നിങ്ങൾക്ക് E0 സെല്ല് കിട്ടിയത്. ഇനി നമുക്കറിയാം E0 സെല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ, ഇനി E0 സെല്ലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, മൈനസ് 0.59 വോൾട്ട് ഈക്വൽ ടു കാഥോഡിൻ്റെ വാല്യൂ അറിയണം. കാഥോഡിൻ്റെ വാല്യൂ നമ്മളിപ്പം ഇതെടുക്കുക, M പ്ലസും ഇത് M0 അല്ലെ? ഇത് കാഥോഡും മറ്റേ ഓക്സിഡേഷൻ നടക്കുന്ന മെറ്റൽ ടു മെറ്റൽ പ്ലസ് അത് ഓക്സിഡേഷൻ. അപ്പോൾ ഇത് റിഡക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന E0 x മൈനസ് ബാർ MX സോളിഡ് ബാർ M എടുക്കുന്നു, മൈനസ് E0 M പ്ലസ് ബാർ M. അതായത് നമ്മുടെ സെല്ലിൻ്റെ അകത്ത് ആദ്യം നടക്കുന്നത് M പ്ലസ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ M ബാർ M പ്ലസ് ഡബിൾ ബാർ, പിന്നെ ഉള്ളത് ഏതാ? നമ്മളുടെ എക്സ് മൈനസ് ബാർ MX ബാർ M. ഇത് ഓക്സിഡേഷനും ഇത് റിഡക്ഷനുമായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, മൈനസ് 0.59 ഈക്വൽ ടു E0 ഓഫ് എക്സ് മൈനസ് ബാർ MX സോളിഡ് ബാർ M മൈനസ് 0.79 എന്ന് വരും. ഇനി നമുക്ക് ആവശ്യമുള്ള ആളുടെ വാല്യൂ എന്ന് പറയുന്നത് E0 എക്സ് മൈനസ് ബാർ MX സോളിഡ് ബാർ M ഇസ് ഈക്വൽ ടു മൈനസ് 0.59 പ്ലസ് 0.79 വരും. സോ ദിസ് ഇസ് പ്ലസ് 0.20 വരും. അത്രയും വോൾട്ടാണ് അല്ലേ? അപ്പോൾ ആൻസർ അത്രയും വോൾട്ട് കിട്ടി. അവർ ചോദിച്ചേക്കുന്ന മില്ലി വോൾട്ടാണ്. അപ്പം മില്ലി വോൾട്ട് ആക്കണമെങ്കിൽ എന്താ പറയുക 0.20 ഇൻറ്റു ഒരു 10⁻³ എന്നും കൂടെ വേണം. അപ്പോൾ താഴെയും കൂടെ ഒരു 10⁻³ ഇട്ടു. ഇത് മേളിൽ ചെല്ലുമ്പോൾ 200 മില്ലി വോൾട്ട് എന്ന് വരും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ ഇതും ഇലക്ട്രോ കെമിസ്ട്രിയുടെയും
ഇക്വിലിബ്രിയത്തിൻ്റെയും കൂടെ ആപ്ലിക്കേഷനാണ്. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 75. അപ്പോൾ മൊത്തം 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ 2026 ജനുവരി 21 മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസും ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് 2026 ജനുവരി 22 മോർണിംഗ് ഷിഫ്റ്റുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.